കാസർഗോഡിന് പിന്നാലെ കണ്ണൂരിലും ആലപ്പുഴയിലും അധ്യാപകന്റെ കാൽ കഴുകി ഗുരുപൂജ. മറ്റൊരു സ്കൂളിൽ നിന്ന് വിരമിച്ച അധ്യാപകന്റെ കാൽ കഴുകിയാണ് പൂജ നടത്തിയത്. ഇത്തരം കാര്യങ്ങൾ കേരളത്തിന്റെ സംസ്കാരമല്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. കാസർഗോട്ടെ സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കണ്ണൂർ ശ്രീകണ്ഠപുരം വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലാണ് ഗുരുപൂർണിമാ ദിനത്തിൽ അധ്യാപകന്റെ കാൽ കഴുകുകയും പൂക്കൾ കൊണ്ട് പാദപൂജ നടത്തുകയും ചെയ്തത്. ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച TV ശശിധരൻ എന്ന അധ്യാപകനായിരുന്നു വിശിഷ്ട അതിഥി. സ്കൂളിലെ അധ്യാപകർ കാൽ കഴുകിയതിന് പിന്നാലെ വിദ്യാർത്ഥികൾ പൂക്കൾ കൊണ്ട് പാദപൂജയും നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആലപ്പുഴ നൂറനാട്ട് അധ്യാപകർക്കു പുറമെ BJP ജില്ലാ സെക്രട്ടറിയുടെ കാൽ കഴുകിയും പാദപൂജ നടന്നു. ഇടപ്പോൺ ആറ്റുവ വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലെ ചടങ്ങിലാണ് BJP ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അനൂപിന്റെ കാൽ പൂജിച്ചത്. നൂറനാട് പഞ്ചായത്ത് അംഗം കൂടിയാണ് BJP നേതാവായ അനൂപ്. കഴിഞ്ഞ ദിവസം കാസർഗോഡും അധ്യാപകരുടെ കാൽ കഴുകൽ നടന്നിരുന്നു. വിഷയത്തിൽ പ്രതികരിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കുട്ടികളെ കൊണ്ട് കാൽ കഴുകിക്കുന്നത് കേരളത്തിന്റെ സംസ്കാരമല്ലെന്ന് പറഞ്ഞു. ഇന്ന് കാസർഗോഡും മറ്റേതോ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു വാർത്ത കണ്ടു, ഫോട്ടോയും പത്രത്തിൽ കണ്ടു. ഏത് വിദ്യാലയമായിരുന്നാലും കുട്ടികളെ കൊണ്ട് കാല് കഴിയിപ്പിക്കുന്നത് കേരളത്തിൻ്റെ സംസ്കാരമല്ല. അതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കാസർഗോഡ് വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിച്ച സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. RSS അനുഭവമുള്ള മാനേജ്മെന്റിന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂളിലാണ് പാദപൂജ നടന്നത്. സ്കൂളുകളിലെ കാൽ കഴുകൽ നടപടിയിൽ സർക്കാർ ഇടപെടണമെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് നൽകിയതായി SFI സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കി. ചാതുർവർണ്ണീയ വ്യവസ്ഥിതി RSS എല്ലാ കാലവും മുന്നോട്ട് വെക്കുന്ന അവർ തത്വദീക്ഷിതയാണ്. ആ ചാതുർവർണ്ണീയ വ്യവസ്ഥിതിയുടെ ഒരു അണിയറ പ്രവർത്തനമാണ് സ്കൂളുകളിലൂടെ നടത്താൻ RSS ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഏതെങ്കിലും ഒരു അധ്യാപകൻ്റെ കാല് തൊട്ട് തൊഴുതാൽ അതൊരു വിവേദമാക്കേണ്ട കാര്യം ഉണ്ടായി ഞങ്ങൾ കാണുന്നതേയില്ല. പക്ഷേ വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് ഏർപ്പെടുത്തുന്ന രീതി ഒരു കാരണവശാലും ഒരു പുരോഗമന സമൂഹത്തിന് ചേർന്ന രീതിയല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആലപ്പുഴയിൽ പാദപൂജ നടത്തുന്നതിൽ AIYF പ്രതിഷേധിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, കണ്ണൂർ.